പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അങ്ങനെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ പ്രേക്ഷകരുടെ കമന്റ്സിലേക്കൊക്കെ വളരെ വേഗം വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ എയിം ഫോർ ടെക് പറയുന്നത്, ഞാൻ അയക്കുന്ന കമന്റ് ഒന്നും വായിക്കില്ല അല്ലേ പ്രജനൻ ഷഹിദ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. എയിം നമ്മൾ എന്താ നല്ല നല്ല കമന്റ്സ് എന്താണെന്നും വായിക്കും. അപ്പൊ കമന്റ്സ് അയച്ചുകൊണ്ടേയിരിക്കുക. എന്താ കൃഷ്ണകുമാർ ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് സജീവ്. അതോടൊപ്പം സിജു പറയുന്നു ഗുഡ് മോർണിംഗ് ഫ്രം ന്യൂസിലാൻഡ്, ഹാവ് എ നൈസ് ഡേ ടു യു ടു. പിന്നെന്താ അങ്ങനെ ഒരുപാട് പേർക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ ഈ പ്രേക്ഷകർ തന്നെ പരസ്പരം പറയുന്നുണ്ട്. പിന്നെന്താ ഒരുപാട് രാഷ്ട്രീയ കമന്റ്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ റീന എന്റെ അടുത്ത് പറയുന്നത് പ്രവി ക്രിസ്റ്റീന ബ്രേക്കിൽ ഓടാറുണ്ട്, പ്രജിയും അതുപോലെ ഞാനും ഓടണം എന്നാണ് പറയുന്നത്. നമുക്ക് ടി വി രാജേഷ് എം സ്വരാജൊക്കെ നടക്കാറുണ്ട്. മോർണിംഗ് വാക്കിലാണ്. നമസ്കാരം. നമസ്കാരം സുരേട്ട. പാലക്കാടത്തെ മോർണിംഗ് വാക്ക് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്? തെരഞ്ഞെടുപ്പ് കാലത്തും മോർണിംഗ് വാക്കിന് പ്രത്യേകതയൊന്നുമില്ല. പാലക്കാടും പ്രഭാതം നല്ലപോലെ പ്രഭാതം തന്നെ. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് അങ്ങനെ കാണാമല്ലേ? അതെ, തീർച്ചയായിട്ടും. നഗരത്തിന്റെ ഹൃദയത്തില് നല്ല സൗകര്യങ്ങളുള്ള നടക്കാൻ പ്രഭാത നടക്കുന്നവർക്ക് അതിന് പറ്റിയ നല്ല സൗകര്യങ്ങളുള്ളതാണ്. പക്ഷെ ഈ സൗകര്യങ്ങളൊന്നും കൂടുതൽ വികസിപ്പിക്കാനോ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനോ നമ്മുടെ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും വിമർശനം. ഇന്നിപ്പോ മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രി വരികയാണ് പ്രചാരണത്തിന്. തീർച്ചയായും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇന്നത്തെയും നാളത്തെയും പരിപാടികളോടെ ഒരർത്ഥത്തിൽ വലിയ പൊതുയോഗങ്ങൾ, വലിയ റാലികൾ അവസാനിക്കുകയാണ്. അപ്പൊ അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശം ആകാശത്തോളം ഉയരുന്നതായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ മാറും. അങ്ങനെ ആവട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. രാഷേട്ടാ, അപ്പം ഈ പറയുന്ന കുറച്ച് ദിവസമായിട്ട് പാലക്കാട് തന്നെ ഉണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നിട്ട്. അപ്പം പ്രചാരണം നടക്കുകയാണ്. ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയുന്നു. ആ ഒരു വീറ് ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? പിന്നെ LDF വളരെയേറെ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സരിനോട് നല്ലൊരു സ്വീകാര്യതയും മതിപ്പും ഉണ്ട്. അതൊക്കെ വോട്ടായി മാറും. പാലക്കാട് 2006 ആവർത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറുഭാഗം പറയുന്നത് ഒരു മാസം മുൻപ് പോലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചയാൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, ഇന്ന് അയാൾക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രചാരണത്തിന് എത്തുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ മറുഭാഗം കടുപ്പിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുന്നത്. 2009 മോഡിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ CPM പുറത്താക്കി അബ്ദുള്ളക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിൽ ഒരു മടിയും സങ്കോചവും കാണിക്കാത്ത പാർട്ടിയിലെ കോൺഗ്രസ്. നിലപാടാണ് രാഷ്ട്രീയത്തിൽ പ്രശ്നം. സരിൻ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ LDFിലേക്ക് സ്വീകരിച്ചത് ശരിയായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. UDFന് ആ കാര്യത്തിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അവർ നല്ല തിരക്കിലാണ്. കാരണം ഈ അവസാന ദിവസത്തിലേക്ക് അടുക്കുകയാണല്ലോ പ്രചാരണം. അപ്പോൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് അത്തരത്തിൽ പ്രചാരണത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്കിനി നേരെ എങ്ങോട്ടാണ് പ്രജന്റ്? മുനമ്പത്തേക്കൊന്ന് പോകണം. മുനമ്പത്ത് ഈ പറയുന്നത് പോലെ അവിടുത്തെ പ്രതിഷേധമൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം ഇന്ന് കൂടുതൽ വൈദികർ മുനമ്പത്തേക്ക് എത്തുന്നുണ്ട്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം 35ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. വിവിധ രൂപതകളിൽ നിന്നും സമരത്തിന് ഐക്യദാർഢ്യവുമായി വൈദികർ എത്തുന്നുണ്ട്. സംസ്ഥാന നേതാവിന്റെ വഖഫ് അനുകൂല പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയിലാണ് ഭൂസംരക്ഷണ സമിതി. പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. നാളെ രാവിലെ പ്രദേശത്തെ സ്ത്രീകളെ അണിനിരത്തി വിപുലമായ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. വൈകിട്ട് SNDPയുടെ നേതൃത്വത്തിൽ 7000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുമെന്നും അവർ അറിയിക്കുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് വാക്ക് പാലക്കാട് കോട്ടയിൽ തുടരുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രഭാതം. നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇങ്ങനെയല്ല മോർണിംഗ് വാക്ക് നടക്കുന്നത്, നല്ല നല്ല ഉഷാറായിട്ട് നടക്കണം. നമുക്ക് സ്പീഡ് നടക്കുന്ന ക്യാമറമാൻ അതാണ് അതിലേക്കാണ് വരുന്നത്. അവർ പുറകോട്ട് നടക്കുകയാണ് നമ്മുടെ ക്യാമറ ടീം. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ അവർക്ക് പുറകോട്ട് സ്പീഡിൽ പോകേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമുക്ക് പതിയെ ഇങ്ങനെ നടക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം കൂട്ടാം. അപ്പൊ അടുത്ത വാർത്തയിലേക്ക് പെട്ടെന്ന് പോവാം. നമ്മുടെ റേഷൻ കട വ്യാപാരികളുടെ പ്രശ്നം അത് ഇങ്ങനെ സംസ്ഥാനത്ത് ഏറിയേറി വരുന്നുണ്ട്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഈ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണ് കാര്യം എന്നല്ലേ? അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം ഇതുവരെയും അനുവദിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഉത്സവബത്ത പെട്ടെന്ന് അനുവദിക്കുക. ഈ രണ്ട് ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇത് രണ്ടുമാണ്. മറ്റു പ്രശ്നങ്ങളും ഉണ്ട്. നമുക്കറിയാലോ സംസ്ഥാനത്തെ റേഷൻ ശൃംഖലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തയ്യാറിലാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് കേൾക്കുന്നില്ല. പക്ഷേ വ്യാപാരികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്.
അപ്പോൾ ഈ റേഷൻ കട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ പ്രതിഷേധം അറിയിക്കാറുണ്ട്, സമരപ്രഖ്യാപനം നടത്താറുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം, ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രജൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. തങ്ങളുടെ സേവനം, തങ്ങളുടെ ജോലി ഒരു ഫ്രീ സേവനമായി സർക്കാർ കാണുന്നുണ്ടോ എന്നതാണ് റേഷൻ വ്യാപാരികളുടെ നിലവിലെ സംശയം. കാരണം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ വേതനം 1 രൂപ പോലും അവർക്ക് ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഈ വേതനം ലഭിക്കാനായി മുട്ടാവുന്ന എല്ലാ ഡോറുകളിലും മുട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നടത്താവുന്ന പരമാവധി ചർച്ചകൾ അവർ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതോടെയാണ് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ നിലവിൽ റേഷൻ കട വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് വരുന്ന ചൊവ്വാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് കടക്കാൻ ഇതിനോടകം അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചൊവ്വാഴ്ചയിലെ സമരം സൂചന മാത്രമാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് പോകുമെന്നാണ് റേഷൻ കട വ്യാപാരികൾ നൽകുന്ന മുന്നറിയിപ്പ്. സെപ്റ്റംബറും ഒക്ടോബർ മാസത്തെ പൈസയാണ് ഇതുവരെയും അവർക്ക് ലഭിക്കാത്തത്. അതുമാത്രമല്ല, ഓണക്കാലത്ത് ഉത്സവ ഭത്ത അനുവദിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. അതും ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെ ഈ വിവരം അറിയിക്കേണ്ടതുണ്ട്. ഇന്ന് ഭക്ഷ്യവകുപ്പിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, വകുപ്പിനും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നിലവിൽ റേഷൻ കട വ്യാപാരികളുടെ തീരുമാനം. പ്രജിൻ, പ്രവിത. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ. ശരി രാഹുൽ, അപ്പൊ എന്തായാലും ഇന്ന് ഈ സമരം സൂചന മാത്രം, നാളെ ഇത് ആളിപ്പടരും എന്ന് പറയുന്നത് പോലെ ഒരു സൂചനാ സമരം എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധത്തെ വ്യാപാരികൾ കാണുന്നത്. അപ്പോ പെട്ടെന്ന് തന്നെ സർക്കാർ ഒരു തീരുമാനമെടുക്കട്ടെ വിഷയത്തിൽ. നല്ല തണുത്ത കാറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നലെ പാലക്കാട് ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു, എറണാകുളത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാലാവസ്ഥ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതെ, വൃശ്ചിക മാസമാണ്. തുലാവർഷം കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല, ഇനിയും മഴയുണ്ട് എന്നാണ് നമ്മുടെ മുന്നറിയിപ്പുകളെല്ലാം പറയുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ മലയോര മേഖലയിൽ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഇത് മഴയാണ്, മഴ ഒക്കെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ഡൽഹിയിലെ സാഹചര്യം വ്യത്യസ്തമാണ്. അവിടുത്തെ അന്തരീക്ഷം പ്രിയങ്ക ഗാന്ധി തന്നെ അത് പറഞ്ഞിരുന്നു, ഗ്യാസ് ചേംബറിലേക്ക് പോകുന്നത് പോലെയാണെന്നാണ്. വായു ഗുണനിലവാര സൂചിക ഓരോ ദിവസം കൂടുന്നതോറും അതിങ്ങനെ വേഴ്സ്റ്റായി വരുന്നതല്ലാതെ അതിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രശ്നം. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണ നിരക്കിൽ നേരിയ പുരോഗതി എന്ന വാർത്തയാണ് ഇന്ന് പക്ഷേ ആദ്യം പങ്കുവെക്കാനുള്ളത്. വായു ഗുണനിലവാര നിരക്ക് ഗുരുതര വിഭാഗത്തിൽ നിന്നും വളരെ മോശം വിഭാഗത്തിലേക്ക്, അതായത് ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ കൂടി അതൊരു പോസിറ്റീവ് ആയിട്ടാണ് കാണേണ്ടത് എന്ന് പറയുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് വായു ഗുണനിലവാരം നേരിയ തോതിൽ മെച്ചപ്പെട്ട് 386-ലെത്തിയത്. നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനൊപ്പം നേരിയ കാറ്റുകൂടി വീശിയതാണ് വായു ഗുണനിലവാരം മെച്ചപ്പെടാൻ കാരണമായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വാഹനങ്ങൾക്കുമുള്ള നിയന്ത്രണം കർശനമായി നടപ്പാക്കാൻ കൂടുതൽ പരിശോധന തുടങ്ങിയിട്ടുമുണ്ട്. ഇനി വളരെ പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷാനു പറയുന്നു, പാവം ക്യാമറാമാനെ നല്ല ബുദ്ധിമുട്ടാണല്ലേ. കുറച്ച് ബുദ്ധിമുട്ടാണ്, അവരിങ്ങനെ പുറകിലേക്ക് നടക്കുന്നത്. വൈക്കത്തഷ്ടമിക്ക് വരുമോ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നോക്കാം. പിന്നെന്താ, പ്രജൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. KJ തോമസ് പറയുന്നുണ്ട്, രവികുമാർ പറഞ്ഞു ചായ കുടിക്കാൻ മറക്കണ്ട. അങ്ങനെ പ്രേക്ഷകർ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു വാർത്തയിലേക്ക് പോയാലോ? ഒരു വാഹനാപകട വാർത്ത കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നാണ്. ബാലുശ്ശേരി താമരശ്ശേരി റോഡിലാണ് വാഹനാപകടം ഉണ്ടായത്. പെരുമല വളവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? പ്രജൻ, പ്രവിത, ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ബാലുശ്ശേരി താമരശ്ശേരി റോഡിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഈ അപകടത്തിൽപ്പെട്ട ലോറിയും കാറും ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് കാർ ഡ്രൈവർ
ഉറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഈ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് ഈ കാറിലുള്ള ആളുകൾക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഈ വളവ് ഒരു അപകട ഒരു വളവും കൂടിയാണ്. ഇത് 75ാമത്തെ അപകടമാണ് ഈ വളവിൽ ഇതിനോടകം നടന്നിട്ടുള്ളതെന്നാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല പുലർച്ചെ ചെറിയ രീതിയിൽ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നത്. പ്രവിത. വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വാക്ക് അവസാനിക്കാൻ പോകുന്നു. അപ്പൊ നമ്മളൊരു അതിഥി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഐശ്വര്യ എന്നാണ് ഇയാളുടെ പേര്. ആരാണ് എന്താണെന്നൊക്കെ ഇതാ ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിരി തൂകി കളിയാടി വാവാ കണ്ണാ എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ പൊന്നോട കുഴലൂതി വാവാ കണ്ണാ വർണ്ണമയിൽ പീലി ചൂടി വാവാ കണ്ണാ ചിരി തൂകി കളിയാടി വാവാ കണ്ണാ എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ കണ്ണാ 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 കണ്ണാ. ഈ പാട്ട് കേൾക്കാത്ത അറിയാത്ത മലയാളികളുണ്ടോ? അപ്പൊ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്, അല്ലേ? ആ പാട്ട് പാടിയ ആളാണത്. എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ തന്നെ. ഞാൻ കോഴിക്കോടാണ്, പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ പാലക്കാടാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഹസ്ബൻഡും ഞാനും മക്കളും. മ്യൂസിക്കിൽ PhD ചെയ്യാണ്, മ്യൂസിക്കിൽ PhD ചെയ്യാണ് ചിറ്റൂർ കോളേജിൽ. അപ്പൊ അതിന്റെ ഇതായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ശരി ശരി ഐശ്വര്യ. വളരെ സന്തോഷം ഐശ്വര്യ പരിചയപ്പെടാൻ സാധിച്ചതല്ലേ. അപ്പൊ നമ്മുടെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം അതിന്റെ പിന്നായിരിക്കുന്നു. അപ്പൊ മോർണിംഗ് വാക്ക് അവസാനിക്കുകയാണ്.